വിനോദ് കുമാറിനെതിരെ ഗുരുതര കണ്ടെത്തലുമായി വിജിലൻസ്. ടി.പി. കേസ് പ്രതികളായ കൊടിസുനിയുടെയും അണ്ണൻ സിജിത്തിന്റെയും ബന്ധുക്കളിൽ നിന്നുൾപ്പെടെ കുപ്രസിദ്ധ കേസുകളിലെ തടവുകാരുടെ പരോളിനായി വിനോദ് കുമാർ ഗൂഗിൾ പേ വഴി പണം കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് 1,80,000 രൂപയാണ് ഓൺലൈൻ ഇടപാടുകളിലൂടെ വിനോദ് കുമാറിന്റെ അക്കൗണ്ടിലെത്തിയത്. വിനോദിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതായും വിജിലൻസ് സ്ഥിരീകരിച്ചു. വിജിലൻസ് കൈക്കൂലി കേസെടുത്തതിന് പിന്നാലെയാണ് ജയിൽ ആസ്ഥാനത്തെ DIG വിനോദ് കുമാറിനെതിരെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കൊടിസുനി, അണ്ണൻ സിജിത്ത് എന്നിവരുടെ ബന്ധുക്കളിൽ നിന്ന് വിനോദ് കുമാർ കൈക്കൂലി വാങ്ങിയെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. ഗൂഗിൾ പേ വഴിയാണ് പണം വാങ്ങിയത്. പരോളിനും ജയിലിൽ സൗകര്യങ്ങളൊരുക്കാനും വിനോദ് കുമാർ തടവുകാരുടെ ബന്ധുക്കളിൽ നിന്ന് പണം വാങ്ങിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് കേസെടുത്തത്. 8 തടവുകാരുടെ ബന്ധുക്കളിൽ നിന്ന് DIG നേരിട്ട് പണം വാങ്ങിയതിന്റെ തെളിവുകൾ വിജിലൻസിന് ലഭിച്ചു. വിനോദ് കുമാറിന്റെ വഴിവിട്ട നടപടികൾ മാസങ്ങളായി വിജിലൻസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. വിയ്യൂർ ജയിലിലെ തടവുകാർക്ക് സൗകര്യങ്ങൾ ചെയ്യുന്നതിനായി വിരമിച്ച ഉദ്യോഗസ്ഥനെ ഏജന്റാക്കി പണം വാങ്ങിയതിന്റെ തെളിവുകളും ലഭിച്ചു. തെക്കൻ കേരളത്തിലെ ഒരു സബ് ജയിലിലെ സൂപ്രണ്ടിൽ നിന്ന് ഗൂഗിൾ പേയിലൂടെ പണം വാങ്ങുന്നതിനും തെളിവ് ലഭിച്ചതോടെയാണ് കേസെടുത്തത്. സ്ഥലം മാറ്റത്തിനും വിനോദ് കുമാർ ജീവനക്കാരിൽ നിന്ന് പണം വാങ്ങിയിരുന്നുവെന്നാണ് വിവരം. കണ്ണൂർ ജയിൽ സൂപ്രണ്ടായിരുന്നപ്പോൾ സ്ഥിരമായി ജോലിക്ക് ഹാജരാകാത്തതിന് സസ്പെൻഷൻ നേരിട്ട ആളാണ് വിനോദ് കുമാർ. ടി.പി. കേസിലെ പ്രതികൾക്ക് വിയ്യൂരിൽ വഴിവിട്ട സൗകര്യങ്ങൾ ഒരുക്കിയതിനും സസ്പെൻഷൻ ലഭിച്ചിരുന്നു. പരാതികളെ തുടർന്ന് DIGയെ ജയിൽ ആസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ജയിൽ മേധാവിമാർ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ആഭ്യന്തര വകുപ്പ് സംരക്ഷണം നൽകുകയായിരുന്നുവെന്നാണ് ആരോപണം. വിരമിക്കാൻ 4 മാസം ബാക്കി നിൽക്കെയാണ് വിജിലൻസ് കേസിൽ പ്രതിയാകുന്നത്. വിജിലൻസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 അന്വേഷണം നടത്തുക. വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടുത്ത ദിവസം തന്നെ വിജിലൻസ് മേധാവി സർക്കാരിന് റിപ്പോർട്ട് നൽകും. ന്യൂസ് 18 തിരുവനന്തപുരം.